ഈ ഉപ്പിന് ഇന്ത്യയിൽ എന്താ പറഞ്ഞേ? ഉപ്പിന് നമുക്കല്ല, ഉപ്പിന്. ഉപ്പിനെയാണ് നമുക്കെന്ന് പറയുന്നത്. നമുക്ക് എന്തിനാ ഇത്ര ഇട്ടേ? പണി അറിയാതൊക്കെ പറഞ്ഞു വിടറ. ശരി മുതലാളി, നീ അവനോടങ്ങ് പോക്കോ. എന്റെ കുടുംബം മുതലാളി, എന്റെ ബുൾസൈല് കറക്റ്റ് നമുക്കാ. കറക്റ്റ് നമുക്ക് ഇട്ട് ഒരു ബുൾസൈക്ക് എടുത്തേ നോക്കട്ടെ. ജൽദി കരോ. എന്തിനാണ് നിനക്ക് ശമ്പളം തരണേ? ഗുളിക കഴിക്കുന്നത് കൊണ്ട് അറിയാതെ മയങ്ങിപ്പോയതാ. എന്നാ മര്യാദ സമയം കഴിഞ്ഞു. തുറക്കണോ? എത്ര നേരമായിട്ട് വിളിക്കുന്ന? നീ കാര്യം പറയപ്പാ. ആ കോശി ഡോക്ടർ വിളിച്ചിരുന്നു. അയാളുടെ അസിസ്റ്റന്റ് ഡോക്ടർ ചോമൻ, അവനാള് ഹോസ്പിറ്റലിൽ കമ്പ്യൂട്ടറിൽ നിന്ന് അവൻ കോപ്പി ചെയ്തിരിക്കുന്നത്. ഡോക്യുമെന്റ്സ് ഒന്നും പുറത്തു പോയിട്ടില്ല. പക്ഷെ അവൻ കമ്മീഷണർ കണ്ട പിന്നെ പണിയാ. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനാ? അവനൊരു ഫോട്ടോ എടുത്ത് വാട്സാപ്പ് ചെയ്തേ. അണ്ണൻ അവിടെ ഹോട്ടൽ പണിയണം, അതിനാ പുറമ്പോക്കിലെ ഒഴിപ്പിക്കണം. ഇതെനിക്ക് വിട്ടു തന്നേരം അർജുണ്ണ. അതിൻ്റെ പേരിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചൊന്നും കഴിക്കാതിരിക്കണ്ട, അൾസർ വരും. നമുക്കൊരുമിച്ച് കഴിച്ചാലോ? തൊട്ടില്ല തൊട്ടില്ല മൊട്ടിട്ടുവല്ലോ നീലാക്ക്. അതെ, മുതലാളി ഇതൊന്നും കഴിക്കത്തില്ല. തട്ട് ദോശയും വാറ്റും, അതാണ് മുതലാളിയുടെ കോമ്പറ്റീഷൻ. ഓ അർജുനൻ പോവാണോ? തനിക്ക് ബോധം വരുമ്പോ വിളിക്കേ. അപ്പൊ പറയടേ. അതെ, മുതലാളിയുടെ ടേസ്റ്റ് താഴെ വെയിറ്റ് ചെയ്യുക. തറവാട് ശാന്ത. എന്നാ ശാന്ത എന്ന് വിട്ടേക്കണേ. ആദ്യം തന്നത് തിന്ന്, എന്നിട്ട് ശാന്ത. വയസ്സാം കാലത്ത് കുള്ളന്റെ ആക്രാന്തം. മുതലാളി, നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പാള്. സർ, ഈ വർഷം നല്ല റിസൾട്ടാ ക്യാറ്റിന്. രാഹുൽ ക്യാറ്റ് 153 ആൻഡ് പ്രിൻസ് ക്യാറ്റ് 201. ക്യാറ്റ് പൂച്ച. സർ, കിട്ടാനുള്ള ഫീസ് മുഴുവൻ പിരിച്ച? ഇല്ല സർ, കുറച്ച് ബാലൻസ് കിട്ടാറുണ്ട്. തട്ടുകടയായാലും സ്റ്റാർ ഹോട്ടലായാലും അർജുൻ ഒരു മാനേജ്മെന്റ് അറിയൂ. ഈ പശുവിനെ കറക്കുമ്പോ മുഴുവനും കറക്കണം, ഇല്ലേ പാല് കുറയും, അകിടിന് നീരും അടിക്കും, അല്ലേടി? നാളെ മൊത്തം കാശും മേശപ്പുറത്ത് വരണം. ശരി. പൊക്കോ.
ചെറുപ്പക്കാരനാ അല്ലേ സാറേ? ഏയ് ചെറുപ്പമൊന്നുമല്ല, എന്റെയൊക്കെ കൊച്ചു പ്രായത്തിലെ ഇങ്ങനെ നായകന്. എങ്ങനെയായാലും ഒരു 10-64 വയസ്സ് കാണും. എന്തായാലും സമ്മതിക്കണം, ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ ഒക്കെ. സാറ് ആരെ കുറിച്ചാ പറയുന്നത്? മമ്മൂട്ടിയെ കുറിച്ച്. അല്ല, നീ പിന്നെ ആരെ കുറിച്ചാ ചോദിച്ചത്? ആ കത്തിപ്പോയി ചെറുക്കനെ കുറിച്ച്. ആ, അത് ചുമ്മാ രാവിലെ മനുഷ്യന്റെ ഉറക്കം കളയാൻ വേണ്ടി. ഏതാ സാറേ പയ്യൻ? അത് ഏതോ ഡോക്ടറോ നേഴ്സോ എന്തോ വാങ്ങത്തൊലിയാണ്. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? ചുമ്മാ അറിഞ്ഞിരിക്കാന്ന്. നീ ഇപ്പൊ അങ്ങനെ അറിയണ്ട, നീ നാരങ്ങളും അടിച്ചാൽ മതി. കുറച്ച് മണൽ വരാം. പറ്റിയ പണി. ട്രിപ്പ് കിട്ടും. ഇന്ന് നിന്റെ മിടുമ്പ് തെറിപ്പിക്കും. ഒരു മിനിറ്റ്. എന്തുവാടാ ഇത്? ഞാൻ ഒന്ന് വരക്കട്ടെ. ചുമ്മാ അറപ്പിക്കല്ലേ കേട്ടാ. ഇവനോട് മര്യാദയ്ക്ക് കളിക്കാൻ പറഞ്ഞില്ല. ഒരു ടീമായപ്പോ ധൈര്യമുണ്ട് കളിക്കണം. ബോള് ബാറ്റേക്കുള്ള ശബ്ദം ഞങ്ങൾ കേട്ടതാ. അപ്പൊ സാറും കളി കണ്ടിട്ടില്ല. എന്തിനാടാ സൈമ വെറുതെ കള്ളം പറയുന്നത്? മാറിക്കൊടു. സാർ ചുമ്മാ ഇരുന്ന് കളിയണ്ടേ? നീ ഇവനെ ഔട്ടാക്കണ്ട, ഒരു നിർത്തിയരാ. പിന്നെ ഉമ്മാനെ കൂടി ചേർക്ക് പോയി എറിയടി. നിന്റെ മിടുസ്റ്റമ്പയായി തെറിപ്പിക്കും. தீர்மானிக்கும் கடைசி பந்தை போடுவதற்காக பந்து வீச்சாளர் பந்தை சூடுபடுத்திக் கொண்டிருக்கிறார். ஆட்டக்காரர் பந்தை സാറേതേ അവള്? എവള് അന്ത തുപ്പാക്കിയാ? ആമാ സാർ. അസിനെപ്പോലും ഉണ്ടോടാ? ആ, ഒരു കുട്ടി അസിൻ. ഇത് മറ്റേ ലൈറ്റ് ഹൗസിന്റെ ബാക്കിലുള്ള പെണ്ണ. ഞാൻ വളയ്ക്കാൻ നോക്കിയതാ, ടഫാണ്. ആ, എന്നാ ഇവനും കിട്ടത്തില്ല അല്ലേ ഗണേശ? അത് ശരിയാ. മുട്ടി നോക്ക്. തുപ്പാക്കി. ചെറിയൊരു പനിയുണ്ടതാ വിരയില്. വിജയ് സാറിനെ കണ്ടപ്പോ വിസിലടിച്ചില്ലേ? അതിന് ഞാൻ ഇളയ ദളപതി നഗർ വിജയമണ്ഡലം സെക്രട്ടറി സൈമൺ. ആരാ? നീ ആയതുകൊണ്ടാ ഞാൻ ഇത്രയും ചീപ്പ് പരിപാടിക്കൊക്കെ കൂട്ടു നിൽക്കുന്നത്. ഇയാളൊന്നും മിണ്ടാതിരുള്ളൂ. ഇയാളോ? സോറി, സയന്റിസ്റ്റ്. കൊള്ളാം, നൈസ് ഗേൾസ്. നമുക്ക് എല്ലാ ദിവസവും ഡാൻസ് കാണാൻ വന്നല്ലോ. വരാം. ആ മഞ്ഞക്കുട്ടി കൊള്ളാം അല്ലേ? ഓടിക്കോ. ഓടരുത്, ഡാഡിയാണെന്ന് തോന്നുന്നു. Hey man, what are you fellows doing here? What are you doing in my house? Huh? My chain loose. Putting inside chain. What? What are you talking, man? No. Between tires, sir. What? വാട്ടെന്ന് വെച്ചാ പ്രിവിൽ. Excuse me, I am Sidaram Iyer, retired from ISR. So what? You put your hand back, please. Get in the കൈ എടുക്ക. ആ പോക്കറ്റ് ഉണ്ട്. Put it inside the pocket. ആഹാ, കറങ്ങി. I am fixed. ഇവിടെ എന്താ നിങ്ങൾക്കെല്ലാം കാര്യം? സൈക്കിളും വെച്ചിങ്ങനെ ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. Everybody, please go. Go. Take the cycle also and get out. See, I am. Please go. I don't want to hear. Stupid beggar fellows. ബെഗർ. തന്റെ അച്ഛൻ സ്പോക്കൺ ഇംഗ്ലീഷിന് പോയേ പറ്റി. അയാൾ നമ്മളോട് ഭയങ്കര മോശമായിട്ടാ പെരുമാറിയ. ഒരുമാതിരി പട്ടികളോടൊക്കെ പെരുമാറുന്ന പോലെ. Cultureless fellow. Yeah. അയാൾക്കറിയില്ല, I have sent rockets to space. ഇയാളുടെ മോള് ഏതെങ്കിലും ഊളയുടെ കൂടെ ഒളിച്ചോടി പോകുന്ന കണ്ട് ഇയാൾ ഇംഗ്ലീഷിൽ കരയുന്ന എനിക്കൊന്ന് കാണണം. അല്ല, ഇപ്പൊ അങ്ങനത്തെ ഒരു ഊളനെ നമ്മൾ എവിടുന്ന് കണ്ടുപിടിക്കും? സൈമൺ, എന്ത് വില കൊടുത്തും ഇവിടെ നിനക്ക് സെറ്റ് ചെയ്ത് തരും. ശരിക്കും ഇവനോടൊക്കെ അങ്ങനെ പ്രതികാരം ചെയ്യാൻ ഒക്കും. ആഹാ, വണ്ടർഫുൾ പ്രതികാരം. ഗുഡ് മോർണിംഗ് ഡിയർ. വരുന്നു കേട്ടോ. വിളിച്ചു കേട്ടോ അങ്കിളെന്ന്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ കിളവന്മാരെ അങ്ങനെ തന്നെ വിളിക്കുന്നത്. 2 ദിവസം രസികർ മണ്ഡലം പുറകെയുണ്ടല്ലോ. ഞാൻ കണ്ടു. നീ എന്തിനാ വിസിലടിച്ചേ? അതെ, എനിക്ക് വിജയ് ഇഷ്ടം. വേണമെങ്കിൽ ഇനിയും വിസിലടിക്കും. സൈമ, അതെ,
അവൾ തിരിഞ്ഞു നോക്കുമ്പോഴേ നല്ല ബ്രൈറ്റ് ആയിട്ടൊന്ന് ചിരിച്ചേക്കണം. ചിരിക്കാം സാർ. ആ പക്ഷെ 3 റൗണ്ടായി സാർ. തിരിഞ്ഞു നോക്കുന്നത് നോക്കും നോക്കും. നിക്ക് നിക്ക് നിക്ക്. ഈ കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അവൾ ചെയ്യുന്ന പോലെ. എനിക്ക് വയ്യ. എന്നാ നീ ഇവിടെ ഇരിക്കുക, ഞാൻ ഒന്ന് മുട്ടിട്ട് വരാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. മോർണിംഗ്. മോർണിംഗ്. നിങ്ങൾ ദിവസവും ഇങ്ങനെ ഓടാറുണ്ടോ? ആ ഓടാറുണ്ട്. ഞങ്ങൾ ഓടാറുണ്ട് ഇല്ലേ മിസ്റ്റർ സൈമൺ? അല്ലേ? ഓടാറുണ്ട്. നല്ല ബോഡി ഷേപ്പ്. അല്ല ഈ എക്സസൈസ് ചെയ്യുന്നുണ്ട്. കീപ് ഇറ്റ് അപ്പ്. ഇനി നീ എന്തെങ്കിലും ചോദിക്കാം. ഹലോ, ഇന്നും വരാറുണ്ടോ ഓടാൻ? ഇന്നും ഓടാൻ വരാറുണ്ടോ? അത് തന്നെയല്ലേ ഇപ്പൊ അങ്കിളും ചോദിച്ചത്. അതെ അല്ലേ? കേട്ടില്ലേ അങ്കിൾ? പിണ്ണാക്കുമാട്. നിന്നോട് ആര് പറഞ്ഞു ഞാൻ ചോദിച്ച എന്നെ ചോദിക്കാൻ? അതിപ്പോ ഞാൻ ആലോചിച്ച് വെച്ച സാർ എന്തിനാ പറഞ്ഞേ? സോറി, ആകെ ടെൻഷനായി പോയി സാറേ, അതുകൊണ്ടാ. ക്ഷമിക്ക്. സാറിനല്ലേ ഇതിനൊക്കെ എക്സ്പീരിയൻസ് ഉള്ളത്. വഴിയും പറഞ്ഞാൽ